ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാൻ കുറച്ചധികം വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈലറിങ് ടൂളാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രഷർ ഫൂട്ടുകൾ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണിത്. ഇപ്പോൾ സാധാരണ നമ്മൾ മെഷീൻ മേടിക്കുന്ന സമയത്ത് ഒരു നോർമൽ പ്രഷർ ഫൂട്ട് സ്ക്രൂവിൽ ടൈറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും പ്രഷർ ഫൂട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂവിനെ അഴിച്ച് മാറ്റി അടുത്ത പ്രഷർ ഫൂട്ട് ഇട്ട് വീണ്ടും സ്ക്രൂ ടൈറ്റൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സ്ക്രൂവിനെ അഴിച്ച് മാറ്റുക, എന്നിട്ട് ഈ കാണുന്ന പോലെ നമ്മളിതിനെ ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയ പണിയാണ്. കാരണം ഇതിനകത്തൊരു സ്പ്രിങ് പോലത്തെ നല്ല ടൈറ്റായിട്ടുള്ളൊരു സ്പ്രിങ്ങാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം ലോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ബലം പിടിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യുമേ. അപ്പോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രഷർ ഫൂട്ടുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനിത് മേടിക്കുന്ന സമയത്ത് അധികം പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ല. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു ടൂള് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇതിനകത്ത് ഒരു കട്ടോ ഒരു ട്രിമ്മോ ഒരു മെർജിങ്ങോ ഒന്നും ഞാൻ ഈ വീഡിയോ ക്ലിപ്പിൽ ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്കത് റിയലായിട്ട് കാണണം എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് പെട്ടെന്ന് പ്രഷർ ഫൂട്ടിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് ആ സ്ക്രൂ അഴിച്ച് ടൈറ്റൻ ചെയ്ത് ആ ഒരു ടൈം ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്തുകൊണ്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണിത്. പക്ഷേ ഇതിൻ്റെ ഡീമെറിറ്റ്സ്, ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫിക്സ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ, സ്പ്രിങ്ങുമായിട്ടൊരു മല്ലയുദ്ധം തന്നെ നടത്തേണ്ടി വരാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ അത് നമുക്ക് പോട്ടേന്ന് വെക്കാം. കാര്യം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമല്ലേ എന്ന് വിചാരിച്ച് പോട്ടേന്ന് വെക്കാം. പക്ഷേ പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പോകെ നമ്മളിത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ ഇതിങ്ങനെ വിട്ട് തെറിച്ച് പോകാറുണ്ട്. 1-2 പ്രാവശ്യമൊക്കെ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ സ്പ്രിങ്ങിനെ കാണാതെ പോയി. എന്നിട്ട് ഞാൻ തപ്പി ഒരു പരുവായിട്ടാണ് അതിന് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അത് മേ ബി നമ്മൾ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടൈറ്റൻ ചെയ്ത് കൊടുക്കണോ, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ടൈറ്റൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ പ്രഷർ കണ്ടമാനം കൊടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ചില വീഡിയോസിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ഈ ചൂണ്ടുവിരൽ കൊണ്ട് ഇത് നിസ്സാരം പോലെ തള്ളി മാറ്റുന്നത്. പക്ഷേ എൻ്റെ ആരോഗ്യത്തിൻ്റെ ഗുണം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നെക്കൊണ്ട് ചൂണ്ടുവിരൽ കൊണ്ട് അങ്ങനെ അത്ര ഈസി ആയിട്ട് ഇത് പുഷ് ചെയ്ത് മാറ്റാൻ പറ്റാറില്ല. അതേസമയത്ത് തള്ളവിരൽ കൊണ്ട് നല്ല പ്രഷർ കൊടുക്കുകയാണെങ്കിൽ മാറ്റാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇച്ചിരി ടൈറ്റനായി പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം പ്രഷർ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ ഇതിൻ്റെ പോരായ്മകളെ മറികടന്നുകൊണ്ട് മാർക്കറ്റിലിപ്പോൾ പുതിയൊരു ടൂൾ അവൈലബിൾ ആയിട്ടുണ്ട്. പർപ്പസ് ഒന്ന് തന്നെയാണ്, അതായത് പ്രഷർ ഫൂട്ടിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പർപ്പസ്. പക്ഷേ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്, കുറച്ചുകൂടെ ഈസിയാണ്. ഫിക്സ് ചെയ്യാനും അതെ, നമുക്ക് യൂസ് ചെയ്യാനും അതെ, നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൂള് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, അത്യാവശ്യം ഒരു കോലമായിട്ടുണ്ട്. അപ്പോൾ അതും മാറ്റണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു ടൂള് എൻ്റെ കണ്ണിൽപ്പെടുന്നത്. അപ്പോൾ ഈ സാധനം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരുപാട് റീൽസും ഷോർട്സിലും ഒക്കെ ഇത് വിസിബിളാണ്. ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ലോക്കിംഗ് സെറ്റപ്പും ഒരു സ്ക്രൂവും പിന്നെ എന്താ ലിവർ പോലത്തെ ഒരു സാധനം. ഇതാണ് നമ്മുടെ ആ സ്പ്രിങ്ങിനെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനം. ഇപ്പോൾ ഏറ്റവും ആദ്യം ആ ലോക്ക് പോലത്തെ സംഭവമില്ലേ, അത് നമ്മൾ ആ പ്രഷർ ഫൂട്ടിനെ വെക്കുന്നിടത്ത് ഉള്ളിലേക്കായിട്ട് കയറ്റി കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാര്യം ഞാനിത് ഫസ്റ്റ് ടൈം വെച്ചപ്പം എനിക്കത്ര ഈസി ആയിട്ട് തോന്നില്ല. പിന്നെ ഞാൻ വീഡിയോസ് ഇങ്ങനെ റെഫർ ചെയ്തിട്ടാണ് ഓക്കെ ഇതിങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ ആ ലിവർ പോർഷൻ ഇല്ലേ, അത് നമുക്ക് മുകളിലേക്കാക്കിയും ഫിക്സ് ചെയ്യാൻ പറ്റും, അതേപോലെ നമ്മുടെ സൈഡിലേക്കാക്കി ഫിക്സ് ചെയ്യാൻ പറ്റും. നല്ലത് നമ്മുടെ സൈഡിലേക്കാക്കി ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം ആ ലോക്ക് ചെയ്യുന്ന പോർഷൻ ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിലൊരു സ്ക്രൂ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കണേ. ടൈറ്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത്ര ഇത് ഫിക്സ് ആയ പോലെ ഇരിക്കില്ല, എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഒരു കയ്യിൽ ലിവറിൻ്റെ പോർഷൻ പിടിച്ച് വെച്ചിട്ട് ഇടത്തെ കൈ കൊണ്ടാണ് സ്ക്രൂ ടൈറ്റൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇടത്തെ കൈ വശമില്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. അതേസമയത്ത് നമുക്ക് ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വൺസ് ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
വേറൊരു ബുദ്ധിമുട്ടുമില്ല. ഈ പറയുന്ന പോലെ തെറിച്ച് പോകത്തില്ല, ലൂസനാവത്തില്ല. നന്നായിട്ടൊന്ന് ഫസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റൻ ചെയ്ത് സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഫിക്സ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ആ ലിവറില്ലേ, ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും സ്ക്രൂ ഇങ്ങനെ സൈഡിലേക്ക് വരും. അപ്പോഴത്തേക്കും നമുക്ക് പ്രഷർ ഫുട്ട് കയറ്റി കൊടുക്കാം. എന്നിട്ട് അതിനെ റിലീസ് ചെയ്താൽ മതി. അപ്പം ടൈറ്റൻ ആയിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പ്രഷർ ഫുട്ടുകളെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി എന്താ, ഈസി ആയിട്ട് നമുക്ക് പ്രഷർ ഫുട്ടെല്ലാം നല്ല പുഷ്പം പോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്കൊരു സംശയം തോന്നാം, സാധാരണ മെഷീനകത്ത് ഇത് പറ്റുമോ എന്നുള്ളത്. ഉറപ്പായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ചില ഓൺലൈൻ സൈറ്റിലെല്ലാം ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല റേറ്റാണ്. ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇമോട്ട് കാഷ്വൽസ് എന്നുള്ള യൂട്യൂബ് ചാനലില്ലേ, അപ്പോൾ ആളുടെ പേജ് ത്രൂ ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. താഴെ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സമയത്തിനാണിപ്പോൾ വില അല്ലേ. അപ്പോൾ നമ്മുടെ സമയത്തെ സേവ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള ടൂൾസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. പണം പോട്ടെ പവർ വരട്ടെ എന്നാണല്ലോ. അപ്പോൾ ഒരു 250 രൂപയ്ക്കൊക്കെ എന്തായാലും ഇത് ഭയങ്കര വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരെയ്ക്കും ടാറ്റാ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഉടനെ ഒരു സർപ്രൈസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ.